കാസർഗോഡ് ജില്ലയിൽ ദേശീയപാതയിലെ സർവീസ് റോഡുകളിൽ വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും നിയന്ത്രിക്കുവാൻ കർശന നടപടിക്ക് നിർദ്ദേശം നൽകി തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരുടെ യോഗം. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. Shopika Weddings, the bridal legacy. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് ദേശീയപാത നിർമ്മാണ പരിധിയിലുള്ള നഗരസഭാ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാരുടെ യോഗം ചേർന്നത്. മണ്ണിടിച്ചിലും വെള്ളക്കെട്ടും പരിഹരിക്കുന്നതിനായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിലാണ് യോഗം ചേർന്നത്. ദേശീയപാതയിൽ തലപ്പാടി മുതൽ കാലിക്കടവ് വരെ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ യോഗത്തിൽ ഉന്നയിച്ചു. കാസർഗോഡ് നഗരസഭയിൽ നുള്ളിപ്പാടിയിൽ വാഹനങ്ങൾക്ക് സർവീസ് റോഡിൽ നിന്നും ദേശീയപാതയിലേക്ക് പ്രവേശിക്കുവാൻ സംവിധാനമൊരുക്കണമെന്ന് കാസർഗോഡ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആവശ്യപ്പെട്ടു. അടിയന്തരമായി പരിശോധിച്ച് ഗതാഗതം സുഗമമാക്കുവാൻ അധികമായി എൻട്രി പോയിന്റ് കൊടുക്കുന്നതിന് നടപടിയെടുക്കുവാൻ ജില്ലാ കളക്ടർ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. മോട്ടോർ വാഹന വകുപ്പും പോലീസും ദേശീയപാത അതോറിറ്റിയും സംയുക്ത പരിശോധന നടത്തുവാനും തീരുമാനിച്ചു. തലപ്പാടി മുതൽ കാലിക്കടവ് വരെ വിവിധ പ്രദേശങ്ങളിൽ കാലവർഷത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുന്നതിന് റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ നിർമ്മാണ കരാർ കമ്പനികൾ നിയോഗിച്ചിട്ടുണ്ടെന്ന് ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർ ഉമേഷ് ഗാർ പറഞ്ഞു. കാഞ്ഞങ്ങാട് പടന്നക്കാട് നെഹ്റു കോളേജിന് മുന്നിലും ജില്ലാ ആശുപത്രിക്ക് മുന്നിലും കാൽനടയ്ക്കുള്ള മേൽപ്പാലം നിർമ്മാണം വേഗത്തിലാക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ചട്ടഞ്ചാൽ മുതൽ ചെർക്കള വരെയുള്ള ഭാഗവും ചെറുവത്തൂർ വീരമലക്കുന്നിലും മട്ടലായിക്കുന്നിലും മണ്ണിടിച്ചിൽ ഭീഷണി നിലവിലുണ്ടെന്നും ദുരന്തം സംഭവിക്കാതിരിക്കുവാൻ മൺസൂണിന് മുൻപായി അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും അറിയിച്ചു. ഫുട് ഓവർ ബ്രിഡ്ജുകളും ബസ് ഷെൽട്ടറുകളും ആവശ്യമുള്ള സ്ഥലങ്ങളിൽ സമയബന്ധിതമായി സ്ഥാപിക്കുവാൻ കളക്ടർ നിർദ്ദേശം നൽകി. കാസർഗോഡ് ജില്ലയിലെ ദേശീയപാത നിർമ്മാണം നടക്കുന്ന മേഖലകളിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും അധ്യക്ഷന്മാർ യോഗത്തിൽ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ചു. ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ ഉമേഷ് ഗാർ, ദേശീയപാത നിർമ്മാണ കരാർ കമ്പനി പ്രതിനിധികൾ എന്നിവർ നിലവിൽ നടന്നുവരുന്ന നിർമ്മാണ പുരോഗതി യോഗത്തിൽ വിശദീകരിച്ചു. വീടുകളിലേക്ക് വെള്ളം കയറി മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടായാൽ പ്രത്യേകം റിലീഫ് ക്യാമ്പുകൾ ആരംഭിക്കുന്നതിന് തഹസിൽദാർമാർക്കും തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്കും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ദുരന്ത സാധ്യത തടയുന്നതിന് നിർമ്മാണ പുരോഗതി സമയബന്ധിതമായി അവലോകനം ചെയ്ത് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് കാസർഗോഡ് RDO ബിനു ജോസഫ്, കാഞ്ഞങ്ങാട് RDO KR മനോജ് എന്നിവരെ യോഗം ചുമതലപ്പെടുത്തി. ഓവുചാൽ നിർമ്മാണത്തിലെ അപാകത, മണ്ണിടിച്ചിൽ, തെരുവുവിളക്കുകളില്ലാത്ത പ്രശ്നം, തോടുകൾ മണ്ണിട്ട് മൂടിയത് എന്നിവ സംബന്ധിച്ച് LSGD, റവന്യൂ, പോലീസ്, RTO, നിർമ്മാണ കരാർ കമ്പനി പ്രതിനിധികൾ എന്നിവർ സംയുക്ത പരിശോധന നടത്തുവാനും യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.